കൂട്ടുകാരെ, നിങ്ങൾക്കായി ഇതാ ഒരു പുതിയ കഥ. കഥയുടെ പേരാണ് പരിഹാരം. മുറ്റത്തു നിന്ന് അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഗോപികയ്ക്കും മാനസയ്ക്കും പേടിയായി. ഇനി എന്തൊക്കെ നടക്കുമെന്നോർത്ത് അവരുടെ മനസ്സ് പിടഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ വാതിൽക്കലെത്തിയിരുന്നു. അമ്മ അടുക്കളയിൽ എന്തോ പണിത്തിരക്കിലായിരുന്നു. അച്ഛൻ്റെ ശബ്ദം കേട്ടതും അമ്മ അവിടെ ഓടിയെത്തി. രേണു, നീ ഈ മീനൊന്ന് വേഗം കറി വെക്ക്. അരമണിക്കൂർ കൊണ്ട് അമ്മ മീൻകറിയും ചോറുമെല്ലാം റെഡിയാക്കി. അച്ഛൻ ഉണ്ണാനിരുന്നു. കഴിച്ചു തുടങ്ങുമ്പോഴേ കറിയുടെ പല കുറവുകളെയും പറ്റിയായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത്. കറി വച്ചത് നന്നായിട്ടില്ല, ഉപ്പ് കുറവാണ്, അങ്ങനെ നൂറുകൂട്ടം കുറ്റങ്ങൾ. അവസാനം ഉണ്ട് തുടങ്ങുമ്പോഴേക്കും പിണങ്ങി എഴുന്നേറ്റ് പോയി. അന്ന് മുഴുവൻ അച്ഛൻ അമ്മയുമായി വഴക്കായിരുന്നു. ദിവസവും അതായിരുന്നു അവരുടെ വീട്ടിലെ പതിവ്. ഗോപികയ്ക്കും മാനസയ്ക്കും അച്ഛൻ വീട്ടിലുള്ളതോർക്കുമ്പോൾ പേടിയാണ്. അച്ഛൻ ഒരു കാര്യമല്ലെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞ് എപ്പോഴും അമ്മയുമായി കലഹിക്കുമായിരുന്നു. അവർക്ക് വീട്ടിൽ നിന്ന് ഒട്ടും പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നല്ല ബുദ്ധിയുള്ള കുട്ടികളായിരുന്നു അവർ. പക്ഷേ എന്തു ചെയ്യാൻ? ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തിൽ എങ്ങനെ പഠിക്കാനാണ്? കഷ്ടപ്പാടിനിടയിൽ കഞ്ഞിയാണെങ്കിലും സമാധാനത്തോടെ കുടിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നെന്ന് അവരുടെ അമ്മ എപ്പോഴും പറയും. അമ്മയെ ജോലിക്ക് പോകാൻ വരെ അച്ഛൻ അനുവദിച്ചിരുന്നില്ല. അമ്മമ്മ കൊടുക്കുന്ന ചെറിയ സഹായം കൊണ്ടായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയത്. പ്രഭാത ഭക്ഷണം പോലും അവർക്ക് സമാധാനത്തോടെ കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വഴക്ക് കൂടുന്നതിനിടയിൽ അച്ഛൻ പാത്രങ്ങളെല്ലാം എടുത്ത് പുറത്തേക്കെറിയും. അമ്മ ഇതൊക്കെ കണ്ട് മിണ്ടാതെ തേങ്ങിക്കരഞ്ഞിരിക്കുകയായിരുന്നു പതിവ്. എന്തിനും ഏതിനും അച്ഛൻ കുറ്റം കണ്ടുപിടിക്കുമായിരുന്നു. അമ്മയ്ക്ക് അച്ഛൻ ഒരു നിമിഷം പോലും സമാധാനം കൊടുത്തിരുന്നില്ല. ഇത്ര നല്ല അമ്മയെ കിട്ടിയിട്ടും അച്ഛൻ എന്താ ഇങ്ങനെ എന്നവർ എപ്പോഴും ആലോചിക്കും. അവർക്ക് അമ്മയെക്കുറിച്ചോർത്തൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. അവർ ഒരു തീരുമാനമെടുത്തു. ഈ കാര്യം ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ അവർ സ്കൂളിലെ അവരുടെ പ്രിയപ്പെട്ട സുമിത ടീച്ചറോട് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു. ടീച്ചർ അവരുടെ പ്രശ്നങ്ങൾ ഒരു കൗൺസിലറുമായി ചർച്ച ചെയ്തു. അച്ഛൻ്റെ ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ടീച്ചറും ആ മേഡവും ഉറപ്പിച്ചു പറഞ്ഞു. അതിനുവേണ്ടി പല അവസരങ്ങളുണ്ടാക്കി അവർ അച്ഛനുമായി സംസാരിച്ചു. പുറത്തുള്ളവരോട് അച്ഛൻ നല്ല രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. 5ഓ 6ഓ തവണയായുള്ള കൂടിക്കാഴ്ചയിലൂടെ അച്ഛൻ്റെ സ്വഭാവത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് കഴിഞ്ഞു. പിന്നീട് പലതരത്തിലുള്ള കൗൺസിലിങ്ങിലൂടെ തികച്ചും വ്യത്യസ്തനായ ഒരു നല്ല അച്ഛനെ അവർക്ക് കിട്ടി. ദേഷ്യം കുറയ്ക്കാനും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അച്ഛന് കഴിഞ്ഞു. അങ്ങനെ സുമിത്ര ടീച്ചറുടെ സഹായത്തോടെ കലഹിക്കുന്ന ദേഷ്യക്കാരനായ അച്ഛനു പകരം നല്ല സ്വഭാവമുള്ള, മക്കളെ സ്നേഹിക്കുന്ന, അമ്മയെ മനസ്സിലാക്കുന്ന ഒരച്ഛനെ അവർക്ക് ലഭിച്ചു. വീട്ടിൽ നിന്നും പൊട്ടിച്ചിരി ഉയർന്നു. ഗോപിക മാനസയോട് സന്തോഷത്തോടെ പറഞ്ഞു, ഈ വിഷയം നമ്മൾ ആരോടും പറയാതെ മൂടി വെച്ചിരുന്നെങ്കിൽ നമ്മുടെ നല്ല അച്ഛനെ നമ്മൾക്ക് കിട്ടില്ലായിരുന്നു. എന്ത് വിഷമമുണ്ടെങ്കിലും അത് നമ്മൾ ആരോടെങ്കിലും തുറന്നു പറയണം. അപ്പോൾ ഏതെങ്കിലും കൈകൾ നമ്മുടെ രക്ഷയ്ക്കായെത്തും. അടുത്ത ദിവസം അവർ സന്തോഷത്തോടെ സ്കൂളിലെത്തി. ആദ്യം സുമിത ടീച്ചറുടെ അരികിലേക്കാണ് അവർ പോയത്. ടീച്ചറോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ടീച്ചർ പറഞ്ഞു, നിങ്ങൾ നല്ല അറിവുള്ള കുട്ടികളാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തതുപോലെ പരിശ്രമിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാൻ കഴിയും. ഈ അടുത്ത് നിങ്ങളൊരു വാർത്ത കേട്ടിരുന്നില്ലേ? ഒരു പെൺകുഞ്ഞിനെ അവൻ്റെ സീനിയറായി പഠിക്കുന്ന ഒരു കുട്ടി എപ്പോഴും ശല്യം ചെയ്യുമായിരുന്നു. ശാരീരികമായി പല വിധത്തിലും പല സന്ദർഭങ്ങളിലും പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ചിരുന്നു. പേടിച്ചു പോയ ആ കുഞ്ഞ് അവളുടെ അമ്മയോടും ടീച്ചറോടും ഈ കാര്യത്തെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ ആ പ്രശ്നം അവരുമായി പങ്കുവെച്ചതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. വീട്ടിലായാലും സ്കൂളിലായാലും എവിടെയായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കരുത്. പ്രിയപ്പെട്ടവരോട് അത് തുറന്നു പറയണം. എങ്കിലേ നമുക്ക് ജീവിതത്തിൽ സമാധാനവും വിജയവുമെല്ലാം ലഭിക്കുകയുള്ളൂ. നമ്മുടെ ചെറിയ ജീവിതത്തെ ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി ഗോപികയും മാനസയും സന്തോഷത്തോടെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി.